കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമം ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമ്മുടെ സമൂഹം മുഴുവൻ വളരെ വിഷമകരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആത്മീയമായ ശുശ്രൂഷകൾ ലഭിക്കത്തക്ക ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സർവശക്തനായ ദൈവം മുൻകൂട്ടി ഒരുക്കിയത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ അധ്വാനിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സമസൃഷ്ടങ്ങളായ സഹോദരങ്ങളായ പ്രിയപ്പെട്ടവർ വളരെ കഷ്ടത്തിലും വേദനയിലും വേർപാടിൻ്റെ ദുഃഖത്തിലും ശാരീരികമായ ക്ലേശങ്ങളിലും കടന്നു പോകുമ്പോൾ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളാവോളം നമ്മുടെ കൂട്ടസഹോദരങ്ങളുടെ വേദനയിൽ പങ്കാളികളായി അവരുടെ കഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് നമ്മളാവോളം സഹായങ്ങൾ ചെയ്യുവാനും ദൈവം നമുക്ക് തന്നിട്ടുള്ള വിഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിലും നാം ഉത്സുകരായിരിക്കണം. ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ സ്നേഹിക്കുന്ന ഏതൊരുവനും കൂട്ടസഹോദരനെ സ്നേഹിക്കും. കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കാണപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതാണ്. ഒരപ്പൻ്റെ മക്കളെപ്പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ, ഒരു വീട്ടിൽ പാർക്കുന്നവരെ പോലെ സർവശക്തനായ ദൈവം നമ്മെ മനുഷ്യ സമൂഹത്തെ ഈ ഭൂമിയിലാക്കിയിരിക്കുമ്പോൾ അന്യോന്യമുള്ള സഹകരണവും സ്നേഹവും കരുതലും നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. നാം സ്വാർത്ഥരാകാതെ ഈ നാളുകളിൽ പങ്കുവയ്ക്കലിൻ്റെ ആ മാഹാത്മ്യവും അതിൻ്റെ സന്തോഷവും അനുഭവിക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ മനുഷ്യ സമൂഹം കടന്നു പോകുമ്പോൾ, നാം എല്ലാവരും കടന്നു പോകുമ്പോൾ ദൈവവചനമാണ് നമുക്ക് ആശ്വാസവും നമുക്ക് അടിസ്ഥാനവുമായിരിക്കുന്നത്. പലപ്പോഴും ദൈവപ്രവൃത്തിയുടെ അന്തരാർത്ഥങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാതെ പോയെന്ന് വരാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പോലും സർവശക്തനും സർവജ്ഞാനിയും സ്നേഹപൂർണനുമായ നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഉൾബോധം നിമിത്തം സകലവും നന്മയ്ക്കായി മാത്രമേ ദൈവം ചെയ്യുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ദൈവത്തോട് നമ്മളുടെ ബന്ധം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പലപ്പോഴും ദൈവം ചെയ്യുന്ന കാര്യങ്ങളുടെ അർത്ഥം, അതിൻ്റെ ദൈവോദ്ദേശം അത് നമുക്ക് ചൊവ്വേ ഗ്രഹിക്കാൻ കഴിഞ്ഞെന്ന് വരികില്ല. കാര്യം നമ്മൾ പരിമിതിയുള്ളവരാണ്. നാം കാലത്തിൽ ജീവിക്കുന്നവരാണ്. ദൈവം നിത്യതയിൽ നിലനിൽക്കുന്നവരാണ്. സ്തോത്രം. അപ്പോൾ കാലത്തിൽ ജീവിക്കുന്ന നമുക്ക് പരിമിതിയുണ്ട്. നമ്മുടെ തിരിച്ചറിവിനും പരിമിതിയുണ്ട്. അതുകൊണ്ട് പരിമിതിയുള്ള നമുക്ക് നിത്യനായ ദൈവത്തിൻ്റെ നിത്യമായ കാര്യപരിപാടിയിലെ ഉദ്ദേശ്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായെന്ന് വരികയില്ല. നമുക്ക് മനസ്സിലാകാതെ വരുമ്പോഴും നന്മയ്ക്ക് മാത്രമേ ദൈവം ഏത് കാര്യവും ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പായിരിക്കുന്നതാണ് ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നതിൻ്റെ തെളിവ്. അതിനുള്ള കൃപ സർവശക്തനായ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അതിനായി ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവചനം ഈ നാളുകളിൽ വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി ക്രമീകൃതമായി പഠിക്കുന്നതിലും അത് അനുസരിക്കുന്നതിലും നാം ഉത്സുകരായിരിക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. മറ്റേതൊരു കാലഘട്ടത്തെക്കാളും ദൈവവചനത്തോടുള്ള താല്പര്യം നമ്മുടെ സമൂഹങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എത്രയും സന്തോഷകരവും ആശ്വാസകരവുമായ ഒരു വസ്തുതയാണ്. സ്തോത്രം. നാം തുടർച്ചയായി ഈ ക്ലാസ്സുകളിൽ റോമാലേഖനമാണല്ലോ ചിന്തിച്ചു വരുന്നത്.
അതിൻ്റെ 13-ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങി. ആദ്യത്തെ 11 അധ്യായങ്ങളിൽ പ്രമാണങ്ങൾ, ഡോക്ട്രിൻസ് ആണ് പറഞ്ഞതെങ്കിൽ 12 മുതൽ 15 വരെയുള്ള അധ്യായങ്ങളിൽ പ്രായോഗിക പ്രബോധനങ്ങളാണ്, പ്രായോഗിക ജീവിതത്തിന് ആവശ്യമുള്ള പ്രബോധനങ്ങളാണ് പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മ നമുക്ക് നൽകുന്നത്. 16-ാമത്തെ അധ്യായം വന്ദനസ്വരവും ഒരു ഉപസംഹാരവുമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതിൽ 12-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ നാം നമ്മെ തന്നെ ദൈവത്തിന് ജീവനുള്ള യാഗമായി സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ള വലിയ പ്രഖ്യാപനത്തോടു കൂടിയാണ്. അതാണ് യഥാർത്ഥ ആരാധന എന്ന് പറഞ്ഞ് തുടങ്ങി. 12-ാമത്തെ അധ്യായത്തിൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കാൻ നമ്മൾ ചിന്തിച്ചു. 13-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ മറ്റൊരു ബന്ധമാണ്. ഈ 13-ാമത്തെ അധ്യായത്തിൽ 3 ബന്ധങ്ങളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ ചിന്തിച്ചല്ലോ, ആവർത്തിക്കേണ്ട ആവശ്യമില്ല. 13-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധമാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തോടുള്ള നമ്മളുടെ ബന്ധം. ഏത് കാലഘട്ടത്തിലും ദൈവമക്കൾ രാഷ്ട്രത്തോട് ഏത് നിലയിൽ ബന്ധപ്പെട്ടിരിക്കണമെന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചരിത്രം വിശകലനം ചെയ്തുകൊണ്ട് 4 ചിന്താധാരകളാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തത് എരസ്റ്റിയാനിസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രം സഭയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക്. എല്ലാം രാഷ്ട്രമെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു അധികാരമുള്ളവരായിരിക്കണം. അപ്പോൾ രാഷ്ട്രം മതത്തെപ്പോലും നിയന്ത്രിക്കുന്ന, സഭയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം, അങ്ങനെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിലൂടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ചിന്ത തിയോക്രസി, സഭ രാഷ്ട്രത്തെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മതം രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. മൂന്നാമത്തെ ചിന്താഗതി കോൺസ്റ്റാന്റിനിയനിസം. കോൺസ്റ്റാന്റിനിയനിസം എന്ന് പറയുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സഭയും രാഷ്ട്രവും വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി മുൻപോട്ട് പോവുക. പ്രത്യേകിച്ച് സഭ ഉപദേശ വിഷയങ്ങളിൽ പോലും രാഷ്ട്രത്തോട് സഹകരിച്ചു പോകുന്നതിന് ഉപദേശ വിഷയങ്ങളിൽ പോലും വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കണം എന്നുള്ള ചിന്തയാണ്. നാലാമത്തെ ചിന്ത പാർട്ട്ണർഷിപ്പ് തിയറി, പരസ്പരമുള്ള പങ്കുവയ്ക്കൽ ഓരോന്നിനും. അതായത് സഭയ്ക്ക് സഭയുടേതായ ചില പ്രവർത്തന മേഖലകളുണ്ട്, സേവന മേഖലകളുണ്ട്. അതുപോലെ രാഷ്ട്രത്തിന് രാഷ്ട്രത്തിൻ്റേതായ സേവന മേഖലകളുണ്ട്. ഇത് പരസ്പരം സഹായകരമായ നിലയിൽ സഹകരിച്ച് മുൻപോട്ട് പോവുക. ഇവിടെ ഉപദേശ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും പ്രസക്തിയില്ല. ദൈവം ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ, ആ അടിസ്ഥാന പ്രമാണങ്ങൾ ഒരിക്കലും രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്കല്ലാതെ, സമൂഹത്തിൻ്റെ മേന്മയ്ക്കല്ലാതെ ഇടയാക്കുന്നതല്ല. പ്രിയമുള്ളവരെ, അവിടെ നോക്കുമ്പോൾ ബൈബിളിലെ ഉപദേശങ്ങൾ എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റ് പല മതങ്ങളും ഇതര മതസ്ഥരായവരെയും മറ്റുള്ളവരെയും ദ്രോഹിച്ച് അല്ലെങ്കിൽ അവരെയും കൂടി ഈ വിശ്വാസത്തിലേക്ക് ആക്കിത്തീർക്കുന്നതിന് ബലപ്രയോഗം നടത്തുകയും അക്രമാസക്തമായ ഉപാധികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നത് പല മതങ്ങളും നിർദ്ദേശിക്കുമ്പോൾ സ്നേഹത്തിലല്ലാതെ ഒരു ബന്ധവുമില്ല, ഒരു പ്രവൃത്തിയുമില്ല എന്ന് ബൈബിൾ വളരെ വ്യക്തമാക്കുന്നു. ശത്രുക്കളെന്ന് ചിന്തിക്കുന്നവരെ പോലും, നമ്മളോട് ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്നവരെ പോലും സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്. ബൈബിളിലെ ഉപദേശം സമൂഹത്തിന് എന്നും നന്മയാണ്. ബൈബിളിലെ ഉപദേശം ആർക്കും ഒരു നിലയിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ പരസ്പരം സാഹോദര്യ ബന്ധത്തിൽ കഴിയുന്നതിന് പ്രബോധിപ്പിക്കുന്ന, ഉപദേശിക്കുന്ന ഈ വിശുദ്ധ തിരുവെഴുത്തിലെ ഉപദേശങ്ങൾ സമൂഹത്തിന് എന്നും നന്മയായതുകൊണ്ട് സഭയും രാഷ്ട്രവും ഒന്നിച്ച് ഒരേ മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മുൻപോട്ട് പോവുക. ഇവിടുത്തെ ജീവിതവും വരുവാനുള്ള ജീവിതവും അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്നതിന് സഭയും രാഷ്ട്രവും സഹകരിക്കുന്ന ആ മനോഭാവം, അതാണ് പാർട്ട്ണർഷിപ്പ് തിയറി, പങ്കാളിത്ത ബന്ധം. ഈ 4 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി. നമ്മളിന്ന് ലോകത്തെ എടുക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു രാജ്യത്തിനൊരു മതം എന്നുപോലും പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ പോലും അങ്ങനെ പറഞ്ഞു തുടങ്ങി എന്നുള്ളത് എത്ര ദുഃഖകരമായൊരു കാര്യമാണ്. മതാധിഷ്ഠിത രാഷ്ട്രങ്ങൾ, തിയോക്രാറ്റിക് നേഷൻസ്, ഒരു രാഷ്ട്രം, ഒരു മതത്തിന് ഒരു രാഷ്ട്രം എന്ന നിലയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതെത്രയും സങ്കുചിതമായ മനോഭാവമാണ്. ഒരിക്കലും ഇന്ത്യ മുഴുവൻ ക്രിസ്തീയ വിശ്വാസികളെ കൊണ്ട് നിറയണം എന്നുള്ള ഒരു ചിന്ത ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും
സത്യദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ വന്ന് നിത്യജീവന് വേണ്ടി ഒരുങ്ങുക, മരണഭീതി മാറിയവരായി, പാപപരിഹാരം ഉറപ്പാക്കിയവരായി പരിശുദ്ധ ദൈവവുമായുള്ള വ്യക്തിബന്ധത്തിൽ ജീവിക്കുക, ഇവിടെയും വരുവാനുള്ളതിലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുക എന്ന ഉപദേശം മാത്രമേ ബൈബിൾ നമുക്ക് നൽകുന്നുള്ളൂ. ഏതെങ്കിലും ഒരു മതം പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ബൈബിൾ ഒരിക്കലും ആരെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ബൈബിൾ ഒരു മതഗ്രന്ഥമെന്ന് പോലും ചിന്തിക്കുന്നത് യോഗ്യമായ കാര്യമല്ല. ബൈബിൾ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഇത് സകല മനുഷ്യ സമൂഹത്തിൻ്റെയും ഇവിടെയും വരുവാനുള്ളതിലേക്കുമുള്ള നന്മയ്ക്കു വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷാപദ്ധതിയുടെ വിശദീകരണമാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത്. ഇതിൽ നിർബന്ധങ്ങളില്ല, ഇതിൽ അക്രമങ്ങളില്ല, ഇത് സ്നേഹത്തിൽ അധിഷ്ഠിതമായതാണ്. ഇത് മതം മാറുകയല്ല, മനം മാറുകയാണ്. മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായി ഇവിടെയും വരുവാനുള്ളതിൽ ജീവിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ഉപദേശ സംഹിതകൾ, രക്ഷാപദ്ധതി, ആ രക്ഷാപദ്ധതിയുടെ വിവരണമാണ് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഒരു മതാധിഷ്ഠിത രാഷ്ട്രം എന്ന ചിന്തയെ ബൈബിളിൻ്റെ പരിധിക്കുള്ളിലുള്ളതല്ല. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കറിയാം, മിസ്രൈമിൽ ഇസ്രായേൽ മക്കളായിരുന്നപ്പോൾ ഒരു അധികാരി, ഇപ്പം യോസഫ് അധികാരിയായി വന്നു. യോസഫ് അധികാരിയായി വന്നപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ മോശ അവിടെ ഒരു രാജകുമാരനായിട്ടാണ് വളരുന്നത്. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന നിലയിലാണ് മോശ വളരുന്നത്. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന നിലയിൽ മോശ വളരുമ്പോൾ മോശ അടുത്ത ഭരണാധികാരിയാകുക എന്ന് പറയുന്നത് അവിടുത്തെ രീതി അനുസരിച്ച് സ്വാഭാവികമാണ്. അടുത്ത ഫെറോ ആകാനുള്ള അവകാശിയാണ് മോശ. അതുകൊണ്ടാണ് മിസ്രൈമിലെ സകല വിദ്യയും അവനെ അഭ്യസിപ്പിച്ചു. അടുത്ത ഒരു ഫെറോ ആകാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും അതിനുള്ള അവകാശവും ന്യായമായ അവിടുത്തെ രാജ്യത്തെ നിയമം അനുസരിച്ചുള്ള അവകാശവും മോശയ്ക്കുണ്ടായിരുന്നു. കാര്യം മരുമക്കത്തായം സംവിധാനമാണ്, മകളുടെ മകനാണ് അടുത്ത അവകാശിയാകുന്നത്. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമല്ലോ. മോശ അടുത്ത ഫെറോ ആയി കഴിയുമ്പോൾ ഇസ്രായേൽ മക്കളെ മുഴുവൻ അങ്ങ് സ്വതന്ത്രരാക്കി, അതുവരെ അടിമകളായിരുന്നവരെ മുഴുവൻ സ്വതന്ത്രരാക്കി, സ്വതന്ത്ര രാഷ്ട്രത്തിൽ അധികാരങ്ങൾ അവകാശങ്ങളൊക്കെയുള്ള ഒരു ജനസമൂഹമായി ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കെങ്കേമന്മാരായി അങ്ങ് പോവുക എന്നുള്ള ഒരു രീതി ഒരിക്കലും ദൈവം ആഗ്രഹിച്ചതല്ല. ദൈവം അങ്ങനെ ചെയ്തുമില്ല. മോശയെ അതിനുവേണ്ടി ദൈവം നിയോഗിച്ചുമില്ല. മോശ താൻ തന്നെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാനുഷികമായി അതിനുവേണ്ടി ചിലപ്പോൾ ബന്ധപ്പെട്ട ഒരു ചുവട് വെച്ചു എന്ന് പറയാം. തൻ്റെ സഹോദരങ്ങളായ ഇസ്രായേല്യർ കഷ്ടമനുഭവിക്കുന്നത് കണ്ടപ്പോൾ അവനെ അന്യായമായി ഉപദ്രവിക്കുന്ന മിസ്രൈമിനെ വകവരുത്തി അത് നീതി നടപ്പാക്കണം, താൻ മുഖാന്തരവർക്ക് വിടുതലുണ്ടാകുമെന്ന് അവർ തിരിച്ചറിയണമെന്നൊക്കെ മോശ ആഗ്രഹിച്ചു. പക്ഷേ അത് ദൈവത്തിൻ്റെ കാര്യപരിപാടി അങ്ങനെ ആയിരുന്നില്ല. മിസ്രൈമിൽ സ്ഥിരവാസം, മിസ്രൈമിൽ പാർക്കുക എന്നുള്ളതല്ല. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിൽ ഒരു ജനസമൂഹമായി അവരെത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാര്യപരിപാടി. പ്രിയമുള്ളവരെ, ഇതുപോലെ അധികാരികളായി അധികാര സ്ഥാനത്ത് ദൈവമക്കളെല്ലാവരും വന്നിട്ട് നിയമങ്ങളെല്ലാം അനുകൂലമാക്കി കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ കാലത്ത് സംഭവിച്ചതുപോലെ എല്ലാവരും അങ്ങ് ക്രിസ്ത്യാനിയാകുക. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അത് ബൈബിളിൽ വിഭാവനം ചെയ്യുന്നതല്ല. അടിസ്ഥാനപരമായ ആളത്വത്തിൽ രൂപാന്തരം വരാതെ ആരും യഥാർത്ഥ സഭയിലെ അംഗമാകുന്നില്ല. ക്രിസ്തീയ മതം എന്ന് പറയുന്ന ആ സംഘടനയിൽ അല്ലെങ്കിൽ ആ ജനവിഭാഗത്തിൽ നിങ്ങൾക്ക് അംഗമാകാൻ കഴിയും. പക്ഷേ ദൈവസഭയിൽ നിങ്ങൾ അംഗമാകണമെങ്കിൽ വീണ്ടും ജനിച്ച് പരിശുദ്ധ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിൽ വരികയും ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, ഒരനുഭവത്തിലേക്ക് നിങ്ങൾ വരണം. എങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവ പൈതലായിത്തീരുകയുള്ളൂ. അതുകൊണ്ട് മതാധിഷ്ഠിത രാഷ്ട്രം എന്ന് പറയുന്നത് ബൈബിൾ ചിന്തിക്കുന്നതേ അല്ല. ക്രിസ്തീയ രാഷ്ട്രം എന്നുള്ള ചിന്ത, ഇപ്പോൾ ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട് അമേരിക്ക ഒരു ക്രിസ്തീയ രാഷ്ട്രമാണ്. നോ, അത് ക്രിസ്തീയ രാഷ്ട്രമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവിടെ ഭൂരിപക്ഷം ആളുകളും ക്രിസ്തീയ വിശ്വാസികളായിരുന്നു. ഇപ്പോഴാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മതവിശ്വാസം പോലും ദൈവവിശ്വാസം പോലും ഇല്ലാത്ത ആളുകൾ ധാരാളം അവിടെയുണ്ട്, ലക്ഷക്കണക്കിന് അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അതൊരു ക്രിസ്തീയ രാഷ്ട്രമെന്ന് പറയാം. അവർ സെക്കുലർ എന്നാണ് അവരും പറയുന്നത്. മതനിരപേക്ഷ രാഷ്ട്രം, ഇന്ത്യയും ഒരു സെക്കുലർ രാഷ്ട്രമാണ്, മതനിരപേക്ഷ രാഷ്ട്രം, എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മതാധിഷ്ഠിത രാഷ്ട്രം എന്നുള്ള ചിന്ത, എല്ലാവരും ക്രിസ്ത്യാനികളാകുക എന്നുള്ളതല്ല, എല്ലാവരും വീണ്ടും ജനിച്ച ദൈവമക്കളാകുക, പാപപരിഹാരം പ്രാപിക്കുക, നിത്യജീവന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ് ബൈബിളിൻ്റെ ആഹ്വാനം.
അല്ലാതെ ഒരു മതം എന്നുള്ള ചിന്ത പോലും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നതല്ല. അങ്ങനെ ഇവിടെ ആരും ചിന്തിക്കാനും പാടുള്ളതല്ല. എല്ലാവരെയും സാഹോദര്യ ബന്ധത്തിൽ സ്നേഹത്തോടെ കാണുകയും സ്വന്തം ഇഷ്ടപ്രകാരം തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്യുക. അതാണ് ദൈവത്തെ സ്നേഹിക്കുവാൻ തീരുമാനിക്കുന്നത് വ്യക്തിപരമാണ്, ഒരു കുടുംബം പോലുമല്ല. ദൈവത്തിന് ഇടപെടലുള്ളത് വ്യക്തികളോടാണ്, കുടുംബമായിട്ടുമല്ല. അന്ത്യന്യായവിധിയിൽ ദൈവമുമ്പിൽ നിൽക്കേണ്ടതും ഓരോ വ്യക്തികളാണ്, കുടുംബമായിട്ടല്ല, സഭയായിട്ടല്ല. ഒരു സഭാധ്യക്ഷനും ആരെയും അന്ത്യന്യായവിധിയിൽ സഹായിക്കുകയില്ല. ഓരോരുത്തരും ദൈവം മുമ്പിൽ നിന്ന് അവരവരുടെ ജീവിതത്തിനെ കണക്ക് ബോധിപ്പിക്കണം. തിരിച്ചറിവുള്ള സകല ആളുകളും ഓരോരുത്തരും ദൈവം മുമ്പിൽ നിന്ന് അവരവരുടെ ജീവിതത്തിനെ കണക്ക് ബോധിപ്പിക്കണം. ആരും വന്ന് അവിടെ സഹായിക്കാൻ വരികയില്ല. അതുകൊണ്ട് ഇന്ന് ദൈവത്തോടുള്ള ബന്ധം വ്യക്തിപരമാണ്. അതുകൊണ്ട് എല്ലാ നിയമങ്ങളെല്ലാം അനുകൂലമായിട്ട് ഞാൻ ദൈവത്തെ നിയമങ്ങളെല്ലാം പ്രതികൂലമായിക്കോട്ടെ, ഓരോരുത്തരും തീരുമാനമെടുക്കേണ്ടതാണ്. ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കണം, ഏത് വിശ്വാസം പിന്തുടരണമെന്നൊക്കെയുള്ളത് അത് വ്യക്തിപരമാണ്, അത് അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതല്ല. അങ്ങനെയൊരു സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുവാനായി നാം പ്രാർത്ഥിക്കണം. ദൈവത്തെ പരമാർത്ഥമായും സ്നേഹിക്കുന്ന ഒരു ബന്ധമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മതാധിഷ്ഠിത രാഷ്ട്രം എന്നുള്ളത് ബൈബിൾ വിവക്ഷിക്കുന്ന കാര്യമേ അല്ല. സഭയ്ക്കും രാഷ്ട്രത്തിനും വ്യത്യസ്തമായ ചുമതലകളാണുള്ളത്. അതുകൊണ്ട് വ്യത്യസ്തമായ ചുമതലകളിൽ ഓരോന്നും അവരവരുടെ ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിക്കുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ഇവിടെ 13-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണ്? ഏതും മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവുമില്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഏത് മനുഷ്യനും, ഇവിടെ ദൈവമക്കളോട് മാത്രമല്ല പറയുന്നത്. റോമാലേഖനം ദൈവമക്കളോട് റോമയിലുള്ള ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ടവരുമായ വിശുദ്ധന്മാർക്ക് എഴുതുന്നതെന്നാണ് പറയുന്നതെങ്കിലും 13-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവസഭയെ റോമിലുള്ള വിശുദ്ധന്മാരെ നിങ്ങൾ ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്നല്ല, ഒരു പൊതു തത്വമാണ് ഇവിടെ പറയുന്നത്. ബൈബിൾ സാർവലൗകിക ബന്ധമാണ്. ബൈബിളിൽ മനുഷ്യ സമൂഹത്തോട് മൊത്തത്തിലുള്ളൊരു ബന്ധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പഴയ നിയമ പ്രവചനങ്ങൾ വായിച്ചാൽ സകല ജാതികളോടുള്ള പ്രവചനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. മോവാബ്യരോട്, ബാബിലോന്യരോട്, അമ്മോന്യരോട്, മോവാബ്യരോട് എല്ലാവരോടുമുള്ള പ്രവചനം കാണാൻ കഴിയും. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. ദൈവം എല്ലാവരെയും കരുതുന്ന ദൈവമാണ്. എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. എല്ലാവരും സത്യദൈവമായ വ്യക്തിബന്ധത്തിൽ വന്ന് പാപപരിഹാരം പ്രാപിച്ച് നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇവിടെയും ഈ പ്രിൻസിപ്പിൾ ഏത് മനുഷ്യനും, ദൈവസഭയിൽപ്പെട്ടവർ മാത്രമല്ല, ഇത് പൊതുവായുള്ള ഒരു തത്വമായിട്ട് തന്നെ പൗലോസ് പറയുക. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങണം. കാരണം എന്താ? ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ഈ സംവിധാനം, ഈ ഭരണ സംവിധാനമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മനുഷ്യജീവിതം എത്ര ദുഷ്കരമാകുമായിരുന്നു, മൃഗതുല്യമായിരുന്നു. മനുഷ്യൻ മൃഗീയ താല്പര്യമുള്ളവനാണ്, മൃഗീയ വാസനയുള്ളവനാണ്. മനുഷ്യൻ വളരെ തിന്മയ്ക്ക് താല്പര്യമുള്ളവരാണ്. മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ മനുഷ്യൻ ഒരു മടിയുമില്ല. ഇവിടെ നിയമങ്ങളില്ലായിരുന്നെങ്കിൽ, ഇവിടെ ഈ ഭരണ സംവിധാനങ്ങളില്ലായിരുന്നെങ്കിൽ മനുഷ്യജീവിതം എത്ര ദുസ്സഹമായിരുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതുകൊണ്ട് ദൈവമാണ് ഇങ്ങനെയുള്ള ഈ നിയമവ്യവസ്ഥകൾ ഇതെല്ലാം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയ സംവിധാനങ്ങളും അധികാരികളും ഭരണവും ഈ ക്രമീകരണം സമാധാനത്തോടെ സാമൂഹ്യ ജീവിതം നയിക്കുന്നതിന് ആവശ്യമുള്ള സംവിധാനങ്ങൾ. കാരണം മനുഷ്യനൊരു സാമൂഹ്യജീവിയാണ്. പരസ്പരം ബന്ധപ്പെടാതെ മനുഷ്യൻ അവിടെ ജീവിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് സഹജീവികളെ ദ്രോഹിക്കാൻ ഇവനൊട്ട് മടിയുമില്ല. അങ്ങനെ വരുമ്പോൾ സഹജീവികളോട് നമ്മുടെ പെരുമാറ്റത്തിൻ്റെ മേൽ ഒരു നിയന്ത്രണം വെക്കുന്നതിന് ദൈവം ഈ ഭരണ സംവിധാനം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളത് സ്തോത്രം എത്രയോ ശ്രേഷ്ഠമായ ദൈവിക കാര്യപരിപാടിയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്ക് നമ്മളുടെ വീട് അടച്ച് നമുക്കകത്തിരിക്കാം. ഇവിടെ ഞാൻ ബലഹീനനാണ് എന്ന് കരുതി എന്നേക്കാൾ ബലമുള്ള ഒരുവനും വന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് പിടിച്ചു പറിച്ചു കൊണ്ട് പോവുകയില്ല. കാര്യം ഇത് നിയന്ത്രിക്കുവാൻ, ഇവിടെ ക്രമസമാധാനം നിലനിർത്തുവാൻ ഒരു അധികാര സംവിധാനം, ഈ ഭരണ സംവിധാനം ദൈവത്താലാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കണേ, അധികാരത്തിന് കീഴടങ്ങേണ്ടതിൻ്റെ ആവശ്യകത 3 നിലകളിൽ പൗലോസ് ഈ 1-ാമത്തെ വാക്യത്തിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അധികാരത്തിന് കീഴടങ്ങേണ്ടതിൻ്റെ ആവശ്യകത. ഒന്നാമത്തത്,
ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ല. അപ്പോൾ ദൈവമക്കൾ ദൈവത്താൽ നിയമിക്കപ്പെട്ട അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ഉള്ള അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്താലാണ് അധികാരങ്ങളെല്ലാം ഈ ഭരണ സംവിധാനം ദൈവം നിയമിച്ചിരിക്കുന്നതാണ്. ഈ ഭരണ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യപരിപാടികൾ ചെയ്യുന്നതിന് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും ഇവിടെ ഉണ്ടാകണം. ചുങ്കം പിരിക്കുക, നികുതി കൊടുക്കുക, ഇത് ആ സംവിധാനം അങ്ങനെ നിലനിന്നെങ്കിൽ മാത്രമേ ഇവിടെ സ്വൈര്യ ജീവിതം സമൂഹത്തിൽ സാധ്യമാകുകയുള്ളൂ. അത് ദൈവം ഇവിടെ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അധികാരങ്ങൾക്ക്, ഈ സംവിധാനത്തിന് നമ്മൾ ബോധപൂർവം സന്തോഷത്തോടെ കീഴടങ്ങിയിരിക്കണമെന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തത്, ദൈവത്താലല്ലാതെ അധികാരമില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന ഉള്ള അധികാരങ്ങളോ ഉള്ള അധികാരങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ നിൽക്കുന്നത് ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത് ഈ ഭരണ സംവിധാനം ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രം എന്നുള്ള ആ സംവിധാനം അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അരാജകത്വം, രാജാവെന്ന് പറഞ്ഞാൽ രാജാവ് ഒരു ഭരണാധികാരി, ഒരു അധികാരിയായ ഒരാളുണ്ടായിരിക്കുന്നു. അരാജകത്വം എന്ന് പറയുമ്പോൾ അനാർക്കി എന്ന് പറഞ്ഞാൽ ആരും അധികാരികളില്ല, ഓരോരുത്തൻ തനിക്ക് തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു രീതി ഒരിക്കലും ദൈവം അത് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അധികാര സംവിധാനം. രണ്ടാമത്, ഉള്ള അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ന് ഓരോരുത്തരിലും ഓരോ ഉദ്യോഗസ്ഥരിലും നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം എന്നുള്ളതാണ്. ഒന്നാമത്തത്, ദൈവം ഈ സംവിധാനം നിയമിച്ചിരിക്കുന്നു എന്നുള്ളതും. രണ്ട്, അധികാര സ്ഥാനത്ത് നിയമിക്കപ്പെട്ടിരിക്കുന്നവർ കൈയാളുന്ന അധികാരം, അത് ദൈവത്താലാണ് നിയമിക്കപ്പെട്ടിരിക്കുന്നത്. മൂന്നാമത്, നമ്മൾ ഈ അധികാരത്തെ കീഴടങ്ങേണ്ടതിന് ദൈവം നിയമിച്ച അധികാരത്തോട് കീഴടങ്ങിയിരിക്കുവാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാൻ മനസ്സില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അധികാരത്തോട് മറുക്കുന്നത് ദൈവവ്യവസ്ഥയോടുള്ള മത്സരമാണ്. അധികാരത്തോട് മത്സരിക്കുന്ന ദൈവവ്യവസ്ഥയോടുള്ള മത്സരമാണ്. രാഷ്ട്രം ദൈവിക അധികാരമുള്ള ദൈവനിയമിതമായ ഒരു സ്ഥാപനമാണ്. ദൈവനിയമിതമായ സ്ഥാപനമായതുകൊണ്ട് നമ്മൾ ഈ ഭരണ സംവിധാനങ്ങൾ കീഴടങ്ങിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ന്യായമായിട്ട് ചോദിക്കാൻ തോന്നിയേക്കും, അപ്പോൾ ഈ എല്ലാ അധികാരങ്ങളും കീഴടങ്ങിയിരിക്കണം എന്ന് പറയുമ്പം ഇപ്പം നീറോ ഉണ്ടായിരുന്നു, ക്രിസ്തീയ വിശ്വാസികൾ മുഴുവൻ കൊന്നൊടുക്കിയവർ, ഭയങ്കരനായ ക്രൂരനായ എന്ന് മാത്രമല്ല സഭയ്ക്ക് നേരെ പീഡനം അഴിച്ചുവിട്ട നീറോ. പിന്നെ നമുക്കറിയാം ഹിറ്റ്ലർ, രണ്ടാം ലോക യുദ്ധകാലത്ത് ഹിറ്റ്ലർ യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കുക മാത്രമല്ല, ജസ്റ്റാപ്പോ എന്ന പോലീസ്, രഹസ്യ പോലീസ് സംവിധാനം, ചാരസംഘടന, അവരിലൂടെ ഏതൊരുവനെയും നിയന്ത്രിക്കുവാനായിട്ട് അധികാരം ദുർവിനിയോഗം ചെയ്ത ഹിറ്റ്ലർ ഉണ്ടായിരുന്നു. ആ ഹിറ്റ്ലർ, അതുപോലെ നമുക്കറിയാമല്ലോ സ്റ്റാലിൻ, ഭയങ്കര അധികാരത്തോടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തിയ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈദി അമീൻ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ്. ഈദി അമീൻ ക്രൂരനായ ഭരണാധികാരി. പിന്നെ നമ്മൾ കണ്ടു സദ്ദാം ഹുസൈൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഇരുമ്പ് മുഷ്ടി കൊണ്ടാണ് സമാധാനം നിലനിർത്തുന്നത് പറയും. എങ്കിലും അദ്ദേഹം ചെയ്ത പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇന്നും ലോകത്തിലെടുക്കുക, ഇപ്പോൾ നോർത്ത് കൊറിയയിൽ നടക്കുന്നു അധികാരം, ഇന്നിപ്പോൾ ബർമയിൽ നടക്കുന്നു. ഇതെല്ലാം ദൈവം നിയമിച്ചതാണെന്നോ? ഈ ഭരണാധികാരികൾക്കെല്ലാം കീഴടങ്ങിയിരിക്കണം എന്നുള്ളതാണോ? ഇവരെല്ലാം ദൈവമാണോ നിയമിച്ചു വെച്ചത് എന്ന് ന്യായമായിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇപ്പോൾ ബർമയിൽ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രക്ഷോഭം നടത്തുന്നു. അപ്പോൾ ദൈവവ്യവസ്ഥയോട് അവരെ എതിർക്കുകയാണോ എന്ന് ന്യായമായിട്ടും നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അധികാരം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അധികാരികൾ എന്നല്ല. ഈ സംവിധാനമാണ് ദൈവനിയമിതമായിരിക്കുന്നത്. അധികാരങ്ങൾ എന്നാണ്. സ്തോത്രം. അധികാരികൾ എന്നല്ല, അത് നമ്മൾ മറന്നു പോകരുത്. രാഷ്ട്രം, ഭരണം, അധികാരം എന്ന വ്യവസ്ഥിതിയാണ് ദൈവനിയമിതം. അധികാരികളായി വരുന്നവർ പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് അധികാര ദുർവിനിയോഗം ചെയ്യുന്നു. അധികാരത്തിൽ വരുന്നവർ അവർ പിശാചിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് അവരിലെ തിന്മ വാസനയെ അവരിങ്ങനെ പുറത്തു കൊണ്ടുവന്ന് ആ അധികാരം ദുർവിനിയോഗം ചെയ്ത് പീഡകരാകുന്നു,
സ്വാതന്ത്ര്യ ധ്വംസകരാകുന്നു, സ്വജനപക്ഷപാതം ചെയ്യുന്നവരാകുന്നു, തൻ്റെ ആശയങ്ങളോട് യോജിക്കാത്തവരെ മുഴുവൻ കൊന്നൊടുക്കുവാൻ മടിക്കാത്തവരാകുന്നു. നോക്കണേ, അപ്പോൾ എല്ലാ അധികാരികൾക്കും കീഴടങ്ങണമെന്നല്ല, അധികാരത്തിന് കീഴട. അതാണ് ശ്രേഷ്ഠാധികാരങ്ങൾ. ഈ സംവിധാനം ദൈവം നിയമിച്ചിരിക്കുന്നു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിലിരിക്കുന്നു. ഒരു കാര്യം മറക്കല്ലേ, അധികാരം ദുർവിനിയോഗം ചെയ്യുന്നവൻ ശിക്ഷ അനുഭവിക്കും. ദൈവം ഇത് അനുവദിക്കുന്നുണ്ട്. ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്നു? ദൈവം അനുവദിക്കുന്നത് ഈ ലോകം എന്നെന്നും ഇവിടെ തന്നെ തുടരുവാനുള്ളതല്ലെന്നും, വരുവാനുള്ള ഒരു ലോകത്തിനു വേണ്ടി ദൈവം നമ്മെ ഒരുക്കുവാൻ തന്നിരിക്കുന്ന അവസരമാണ് ഈ ജീവിതമെന്നുള്ളത് തിരിച്ചറിയുവാനുള്ളൊരു സംവിധാനമായിട്ട് ഇവിടെ ചിലപ്പോൾ ദുഷ്ടൻ ചില ദുഷ്ക്രിയകൾ ചെയ്യുവാൻ അധികാരികൾക്ക് പ്രേരണ കൊടുക്കുന്നത് ദൈവം അനുവദിച്ചു കൊടുത്തെന്ന് വരാം. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് നമ്മൾ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. താഴെ പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ സംവിധാനത്തിന് വേണ്ടിയല്ല, ഇത് ദൈവനിയമിതമാണ്. നമുക്കറിയാമല്ലോ, എല്ലാ രാഷ്ട്രങ്ങളും ദൈവനിയമിതമായ ഭരണ സംവിധാനങ്ങൾ ലോകത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്നു. അതിൽ അധികാരത്തിൽ വരുന്നവർ പലപ്പോഴും പിശാചിൻ്റെ സ്വാധീനതയിൽപ്പെട്ട് അധികാരം ദുർവിനിയോഗം ചെയ്ത് അന്യായം ചെയ്യുകയും ദൈവപ്രമാണങ്ങളെ ധ്വംസിക്കുകയും സാമൂഹ്യ ജീവിതം ദുഷ്കരമാക്കുകയും ചെയ്യുന്ന, ക്രമസമാധാനം പാലിക്കേണ്ടവർ സമാധാനത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാക്കുവാൻ പിശാചിനാൽ വശീകരിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ നശിപ്പിക്കണമെന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അവർക്ക് മാനസാന്തരം ഉണ്ടാകാനായി. ദൈവനിയമിതമാണ് അധികാരമെന്നുള്ള തിരിച്ചറിവോടുകൂടി അവർ പെരുമാറുവാൻ ഇടയാകേണ്ടതിനായി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അധികാരം എന്നും അധികാരികൾ എന്നുള്ളതും രണ്ടായിട്ട് പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് അധികാരികളും പ്രജകളും ഓർക്കേണ്ട വസ്തുതയാണ്, ഇതെല്ലാം ദൈവമാണ് നിയമിച്ചിരിക്കുന്നതെന്നുള്ളത്. സ്തോത്രം. ആട്ടെ, സമയം പോയല്ലോ, ഞാൻ എൻ്റെ വാക്കിവിടെ ഉപസംഹരിക്കട്ടെ. അതേ സഹോദരങ്ങളെ, നമ്മളിന്നും കർത്താവേ, ബലഹീനൻ ഇവിടെ ഉപദ്രവിക്കപ്പെടാതെയും ബലവാൻ ഇവിടെ അന്യായം ചെയ്യാതെയും ഇരിക്കത്തക്കതുപോലെ നിയമ സംവിധാനവും ഈ ഭരണക്രമങ്ങളും ഞങ്ങളുടെ സമൂഹത്തിൽ ദൈവമേ അവിടുന്ന് നിയമിച്ച് തന്നതിനാൽ അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നുവെന്ന് നാം ദൈവത്തോട് പറയണം. അതുകൊണ്ട് ഈ സംവിധാനത്തിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുക. ഈ സംവിധാനത്തിൻ്റെ തലപ്പത്ത് വരുന്നവർ കർത്താവെ, അവർ ദൈവഭയമുള്ളവരെ, ദൈവമാണ് അവരെ നിയമിച്ചതെന്നും ദൈവത്തോടവർക്ക് കടപ്പാടുണ്ടെന്നും നിർമ്മല മനസാക്ഷിയോടുകൂടി അധികാരങ്ങൾ കൈകാര്യം ചെയ്യുവാൻ ദൈവം അവർക്ക് കൃപ നൽകണമേ എന്ന് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കർത്താവെ, ഇവിടെ കാട്ടാളന്മാരെ പോലെ അല്ല, സംസ്കാരമുള്ളവരായി സമാധാനത്തിൽ ജീവിക്കുവാൻ കർത്താവെ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയിലല്ല എൻ്റെ കർത്താവെ, സമാധാനത്തോടെ സ്വൈര്യജീവിതം നയിക്കുവാൻ ഇടയാകത്തക്ക പോലെ കർത്താവെ, ഈ ഭരണ സംവിധാനങ്ങളും അധികാര സംവിധാനങ്ങളുമെല്ലാം അങ്ങ് നിയമിച്ചതാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളത് ഓർത്ത് അങ്ങേ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങൾ ലോകത്തിൽ തിരുമേനി നിയമിച്ചാക്കിയതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. അധികാരത്തിൽ വരുന്നവർ തിരുമേനിയാണ് അവരെ നിയമിച്ചതെന്നുള്ള തിരിച്ചറിവോടുകൂടെ, അവിടുത്തോട് കടപ്പെട്ടവരാണ് അവർ എന്നുള്ള തിരിച്ചറിവോടുകൂടെ നീതിബോധത്തോടും സൗഹൃദ മനോഭാവത്തിലും സഹോദരങ്ങളെ, സഹജീവികളെ കരുതുന്നവരായി ജീവിക്കുവാൻ, ഭരിക്കുവാൻ തിരുമേനി കൃപ നൽകണമേ. ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ അധികാര സംവിധാനം, ഈ നിയമ സംവിധാനം അത് ഭംഗിയായി കർത്താവെ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിയും കർത്താവെ ദൈവനിയോഗവും ഞങ്ങളുടെ അധികാരികൾക്ക് നൽകി തിരുമേനി അവരെ നിയന്ത്രിച്ച് ഞങ്ങൾക്ക് തിരുമേനിയെ സ്നേഹിച്ച് അങ്ങയുടെ വഴിയിൽ ജീവിക്കാനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും തരുവാൻ പ്രസാദിക്കണം. മഹത്വം അങ്ങ് എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, പ്രിയ പിതാവേ. ആമേൻ.